മറ്റൊരു വേദിയിൽ ഞാൻ പറഞ്ഞു, പുതിയ തലമുറയെ സംബന്ധിച്ച് ചട്ടക്കൂടുകൾക്കകത്ത് നിൽക്കാനായിട്ട് പുതിയ ജെൻസി അല്ലെ ജെൻ ആൽഫ തയ്യാറാവുന്നില്ല. അവരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. അതാണിപ്പോ CJPയുടെ പിന്നാലെ ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തുമ്പം വരും. ഇപ്പം പ്രളയം നടന്ന സമയത്ത് ഞാൻ യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അന്ന് ഞാൻ കണ്ട അത്ഭുതകരമായ കാഴ്ചയെന്ന് പറഞ്ഞത്, കുട്ടികൾ, ഈ പറയപ്പെടുന്ന കുട്ടികൾ വന്നിരുന്ന് പ്രളയത്തിന് ആവശ്യമായ സാധനങ്ങൾ മുഴുവൻ പാക്ക് ചെയ്യാണ്. ആരും അനൗൺസ് ചെയ്തിട്ടല്ല. ഒരു SMS-ലൂടെയെങ്കിലും ആ പ്രളയ സമയത്ത് ഇടപെടാത്ത ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഉണ്ടായിരുന്നില്ല. ഇവര് പൊളിറ്റിക്കൽ അല്ല എന്നുള്ള എന്റെ അഭിപ്രായം മാറിയത് ഈ അവരുടെ സ്പർശിക്കുന്ന വിഷയങ്ങൾ അവർക്കുണ്ടാകണം, എങ്കിലേ അവര് വരൂ. അല്ലാതെ അവര് പണ്ട് നമ്മൾ പോയതുപോലെയുള്ള ഒരു സമയത്തല്ല നിൽക്കുന്നത്. ജെൻസിയെ കുറിച്ച് ചർച്ച ഞാൻ പറയുന്നത് എല്ലാ ചർച്ചകൾക്കകത്തും നേരത്തെ ദീപ്തി ചേച്ചി ഞാനും നെജുമയും പറഞ്ഞതുപോലെ സ്ത്രീകളെ പോലെ തന്നെ പുതിയ തലമുറയുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണം. രാഷ്ട്രീയ പാർട്ടികൾക്കും തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കണം, അവരെ ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും അതാണ് ജെൻസിക്ക് രാഷ്ട്രീയം ഇല്ലാന്നും അവർ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. ജെൻസിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ അവരുടെ വേവ് ലെങ്തിലല്ല സംസാരിക്കുന്നത്, അവരുടെ ഭാഷയിലും അല്ല. 24-നെ അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിയില് ജെൻസികളെ കൊണ്ടിരുത്തിയതിന് ആദ്യം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അപ്പൊ അവര് പറഞ്ഞല്ലോ, എന്നെ അറിയാം, കാരണം ചർച്ചല്ല അറിയാം. അപ്പൊ അവർക്ക് താല്പര്യമുള്ള വിഷയം ഞങ്ങളെല്ലാം ഡാൻസ് പഠിക്കേണ്ടി വരുമോ? അതല്ല, അവരുടെ ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ അവർ നന്നായി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ചിന്ത പറഞ്ഞല്ലോ, പ്രളയം വന്ന സമയത്തും കോവിഡ് വന്ന സമയത്തും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഈ ജെൻസി എന്ന് പറയുന്ന യൂത്ത് ആണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പൊ അവരെയും കൂടി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ദീപ്തി അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല. തീർച്ചയായിട്ടും നമ്മള് ഞാൻ പറയാം, ഞാനിപ്പോ ആലോചിക്കുകയായിരുന്നു, ഇപ്പൊ ഈ പ്രായത്തിൽ ഞങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന പൊളിറ്റിക്സ്, ഞങ്ങൾ ചെയ്തിരുന്ന പൊളിറ്റിക്സ്, അതൊന്നും അവർക്കിപ്പോ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ആ കാലഘട്ടത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നതിനനുസരിച്ച് അവരുടെ താല്പര്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മൂവ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് പൊളിറ്റിക്സിൽ. അതായത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനനുസരിച്ച് പുതിയ തലമുറയ്ക്ക് അനുസൃതമായ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളും മാധ്യമങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ വരുന്ന വലിയൊരു തലമുറയെ നമ്മൾ അഡ്രസ് ചെയ്തില്ല എന്നുള്ളത് വരും. അത് വലിയൊരു